മോഹൻ സാർ, അല്ല, നിങ്ങളെന്താ കളിയാക്കാണോ? എന്തിന്? ഞാൻ എന്തിനാ നിന്നെ കളിയാക്കണേ? നീ അഭിമാനാർഹമായ നേട്ടം കൈവരിച്ചു വന്നിരിക്കുകയല്ലേ. കരഞ്ഞു തളർന്നിരിക്കുന്ന പട്ടിക്കാട്ടുകാരിയെ പൊട്ടിച്ചിരിപ്പിച്ചിട്ട് വരുന്ന പരവല്ലേ. എന്തായിരുന്നു അവളുടെ ചിരി. നിന്നെ സമ്മതിക്കണം മോനെ. മണ്ണിനും പിണ്ണാക്കിനും കൊള്ളാത്ത ഗന്ധർവ. നീ തല കുത്തി നിന്ന് ശ്രമിച്ചാലും അവളെ ചിരിപ്പിക്കാൻ നിനക്ക് കഴിയില്ല. എന്തുകൊണ്ടാന്നറിയോ? പ്രിയൻ അവളുടെ രക്ഷകനാ. അവന് അപകടം സംഭവിച്ചതേ അവൾക്ക് താങ്ങാൻ പറ്റിയിട്ടില്ല. നിനക്ക് പകരം അവനെ പിടിച്ച് ഗന്ധർവനാക്കിയായിരുന്നെങ്കിലേ മുക്ത മാഡത്തിനെ ഈസി ആയിട്ട് കൈലാഷിനെ സ്വന്തമാക്കാൻ കഴിയും. വന്ന സമയത്ത് എന്തായിരുന്നു നിന്റെ പ്രകടനം? അവളെ ഒടിച്ചു മടക്കി കുപ്പിയിലാക്കി ഗന്ധർവലോകത്തേക്ക് കൊണ്ടുപോകുന്നല്ല ഞാൻ കരുതിയിരുന്നത്. മുക്ത മാഡത്തിന്റെ റെക്കമെൻഡേഷൻ അല്ലെന്ന് കരുതി ഞാനൊന്ന് താന്നു തന്നപ്പോ നീ എന്റെ തലേ കയറിയിരുന്നു ഇറങ്ങി. ഒരു പെണ്ണിനെ വലയിലാക്കാൻ പോയിട്ട് ഒന്ന് ചിരിപ്പിക്കാൻ പോലും നിന്നെ കൊണ്ടാവുന്നില്ല. നീയൊക്കെ എവിടത്തെ ഗന്ധർവനടാ? ദാ പോണു മറ്റൊരു റോമിയോ. ഈ പട്ടിക്കാട്ടുകാരുടെ പുറകെ നടക്കണവരെ മുട്ടിയിട്ടേ ഈ കമ്പനിയിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥ. പാർവതി, നീ വലിയ സങ്കടത്തിലാണെന്ന് മോഹൻ പറഞ്ഞു. എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. നിന്റെ വിഷമം കണ്ടിട്ടാ ഞാൻ കൈലാഷ് സാറിനോട് പറഞ്ഞത്. പ്രിയന്റെ അമ്മ പറഞ്ഞു തന്നെ ഓർത്തോണ്ടിരുന്നിട്ട് എന്താ പ്രയോജനം? ആ അമ്മ പറഞ്ഞതില് 1% പോലും സത്യമില്ലെന്ന് നിനക്കറിയില്ലേ? അതുകൊണ്ടൊന്നല്ല സർ. അതുകൊണ്ട് തന്നെയാ കൈലാഷ് സാർ. പ്രിയന്റെ അമ്മ പ്രായമായ സ്ത്രീയല്ലേ, അതുകൊണ്ട് അതിന് അത്ര പ്രാധാന്യം കൊടുക്കണ്ടെന്ന് ഞാൻ ഇവളോട് പറഞ്ഞതാ. എത്ര പറഞ്ഞാലും ഇവക്ക് മനസ്സിലാവില്ല. പാർവതിക്ക് പറഞ്ഞ മനസ്സിലാവില്ലെങ്കിൽ പ്രിയന്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാം. രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം ഇങ്ങനെ തുടർന്നു പോകാൻ പാടില്ലല്ലോ. പാർവതി വാ, സർ. പ്രിയന്റെ അമ്മയെ കണ്ട് ഇപ്പൊ തന്നെ സംസാരിക്കാം. വാ. അയ്യോ വേണ്ട സർ, ഞാനില്ല. വരണം, നടക്ക്. കൈലാഷ് സർ, കരുണാകരൻ സാറിനോട് അനുവാദം വാങ്ങിയിട്ട് ഞാൻ വരാം. കരുണാകരൻ സാറിന്റെ പെർമിഷൻ വേണം അല്ലേ? ഞാൻ ചോദിച്ചോളാം. കരുണാകരൻ സാർ, പാർവതിയെ പ്രിയന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് സാറിന്റെ പെർമിഷൻ വേണമായിരുന്നു. പെർമിഷൻ ഇങ്ങനെ വെറുതെ ചോദിച്ചാൽ മതിയോ, അതോ ദയവ് ചെയ്ത് പെർമിഷൻ തരണമെന്ന് പറഞ്ഞ് താഴ്മയായിട്ട് അപേക്ഷിക്കണോ? വരൂ പാർവതി. മിടുക്കന്മാരായ ആമ്പിള്ളേരെ ഇതുപോലെ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകും. നിന്നെ പോലുള്ള മണ്ണുണ്ണികളെ അത് കണ്ട് അന്തം വിട്ട് നോക്കി. ഗന്ധർവൻ എന്നല്ലടാ നിനക്ക് പറ്റിയ പേര്, ജോക്കർന്ന. ജോക്കർ. കൈലാഷ് പാർവതിയെ കൊണ്ട് പ്രിയന്റെ വീട്ടിലേക്ക് പോയത് എത്ര ലാഘവത്തോടെയാ കരുണാകരൻ പറയുന്നത്. അതിൽ ഒരു അപകടവും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? അതിൽ അപകടം ഉണ്ടോന്ന് എനിക്കറിയില്ല. അപകടം ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? കൈലാഷ് അവളെയും കൊണ്ട് ഇവിടുന്ന് പോകുമ്പോ അനങ്ങി പോരുന്ന് എനിക്ക് അവനോട് പറയാൻ കഴിയോ? കൈലാഷ് ഈ ഗാർമെന്റ്സിന്റെ MD-യാ, ഞാൻ വെറും പ്രൊഡക്ഷൻ ഹെഡും. എല്ലാവരെയും കണ്ണൂരിട്ടി പേടിപ്പിക്കുന്നത് പോലെ എനിക്ക് അവനെ കണ്ണൂരിട്ടി പേടിപ്പിക്കാൻ പറ്റില്ല. കൈലാഷിനെ നിങ്ങൾക്ക് തടയാൻ കഴിയില്ല, ശരി തന്നെ. പക്ഷേ പാർവതിയും കൊണ്ട് അവൻ ഇവിടുന്ന് പോവുകയാണെന്ന് നിങ്ങൾക്ക് എന്നെ വിളിച്ചറിയിക്കാൻ കഴിയുമായിരുന്നില്ലേ? എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഞാൻ അവരെ തടയുമായിരുന്നല്ലോ. അവരെത്തേണ്ടടുത്ത് എത്തിയ ശേഷം എന്നോട് വന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? മുക്ത മാഡം, ആയിരക്കണക്കിന് കാമുകന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് അതുപോലെ അല്ലല്ലോ. മാഡത്തിന് കൈലാഷിനോട് പ്രേമം, കൈലാഷിന് ആ പട്ടിക്കാട്ടുകാരിയോട് പ്രേമം.
പട്ടിക്കാട്ടുകാരിക്കാണെങ്കിൽ പ്രിയനെ കാണാത്തന്റെ പേരിലുള്ള വിഷമം. അതിന്റെ ഇടയില് ഗന്ധർവന്റെ കിരീടം വെച്ച് ഈ നന്ദന്റെ ഒരു നാടൻ കളി. നേരാവണ്ണമുള്ള പ്രേമമാണെങ്കിൽ ഞാൻ ആരെങ്കിലും ഒരാളുടെ ഭാഗത്ത് നിന്ന്. ഞാൻ ടോട്ടൽ കൺഫ്യൂഷനില്ല മാഡം. കുറെ പേര് ചേർന്നുള്ള ഈ പ്രേമക്കളി എനിക്ക് വല്ല പിടിയില്ല. അതുകൊണ്ട് എനിക്ക് തെറ്റുപറ്റി പോവും. ഐ എഗ്രി. കരുണാകരന് ഈ കളി അത്ര പിടിയില്ല. ഒരക്ഷരം പോലും തിരിച്ചു പറയാത്തവരെ കണ്ണുരുട്ടി പേടിപ്പിക്കാനല്ലാതെ കരുണാകരന് വേറെ ഒന്നിനും കൊള്ളില്ലെന്ന് ഈ അടുത്ത കാലത്താ എനിക്ക് മനസ്സിലായത്. പക്ഷേ നന്ദ, ഇതുപോലുള്ള ഒരുപാട് കളികൾ കളിച്ചവനല്ലേ നീ? കൈലാഷ പട്ടിക്കാട്ട് കാര്യം കൊണ്ട് പോയാ എന്താ സംഭവിക്കാന്ന് മനസ്സിലാക്കാനുള്ള വകതിരിവ് നിനക്കില്ലേ? നിനക്കെങ്കിലും എന്നെ അറിയിക്കായിരുന്നില്ലേ? മുക്ത, ഞാൻ അല്ല, ഞാനൊരു സംശയം ചോദിച്ചാ മാഡം എന്നെ ചാടി കടിക്കാൻ വരരുത്. എന്റെ അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുന്നതാ. സംശയോ? എന്ത് സംശയം? ആ പട്ടിക്കാട്ടുകാരി ഇവിടെ കിടന്ന് വിങ്ങിപ്പൊട്ടുന്നത് കണ്ട് സഹതാപം തോന്നിയിട്ടാ കൈലാഷ് അവളെ കൊണ്ട് പ്രിയന്റെ വീട്ടിലേക്ക് പോയത്. അതിലെന്താ അപകടം വരാനുള്ളത്? സിൽവർ ജൂബിലി ഫംഗ്ഷന്റെ അന്ന് തുടങ്ങിയതാ പാർവതിയെ പ്രൊപ്പോസ് ചെയ്യാനുള്ള കൈലാഷിന്റെ ശ്രമം. ഓരോരോ സൂത്രപ്പണി കാണിച്ച് ഞാൻ ഇടയെ കയറി നിൽക്കുന്നത് കൊണ്ടാ ഈ നിമിഷം വരെ അവൻ അവളോടത് പറയാൻ കഴിയാതിരുന്നത്. അവൾ അവന്റെ വീട്ടിൽ പോയിരുന്ന സമയത്ത് അവരുടെ നേർക്ക് എപ്പോഴും ആന്റിയുടെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. അതിനു വേണ്ടതൊക്കെ ഞാൻ ചെയ്തു വെച്ചിരുന്നു. ഇവിടെയാണെങ്കിൽ നമ്മളൊക്കെയുണ്ട്. ഒരു ചാൻസ് നോക്കി നടന്നിരുന്ന കൈലാഷിന് അവളെ ഇന്ന് ഒറ്റയ്ക്ക് കിട്ടി. ആരുടെ ശല്യം ഇല്ലാതെ അവൻ അവന്റെ മനസ്സിലുള്ളതെല്ലാം അവളോട് തുറന്നു പറയാം. ഞാൻ പേടിക്കുന്ന അപകടം എന്താണെന്ന് കരുണാകരൻ ഇപ്പൊ മനസ്സിലായോ? കൈലാഷ് പ്രപ്പോസ് ചെയ്താലും അവള് യെസ് പറയാൻ പാടില്ല. അവള് യെസ് പറയാതിരിക്കണമെങ്കിൽ മറ്റൊരാളോട് അവൾക്ക് പ്രേമം ഉണ്ടാവണം. അതിനു വേണ്ടിയാ ഗന്ധർവനായി അഭിനയിക്കാൻ ഞാൻ ഇവനെ ഇറക്കിയത്. പക്ഷേ നന്ദൻ ഇപ്പോഴും തുടങ്ങിയെടുത്ത് തന്നെ നിക്ക. കൈലാഷ് ഇന്ന് പ്രപ്പോസ് ചെയ്താ പാർവതി കണ്ണു അടച്ച് ഓക്കെ പറയും. അതാ എന്റെ പേടി. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഇത്രയൊക്കെ പ്ലാൻ ചെയ്താൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്റെ ജീവിതത്തിന് പിന്നെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? നഷ്ടങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും പിന്നെ എന്റെ ജീവിതത്തില്. ഈ സ്ഥാപനത്തിലെ എന്റെ സുപ്പീരിയോറിറ്റി ഒന്നുകൊണ്ട് മാത്രം എന്റെ കാര്യത്തില് മറ്റാർക്കും സ്വാധീനിക്കാൻ കഴിയാത്തത്.